ഇലവൻ മരിച്ചോ ഇല്ലയോ എന്നതിന് വ്യക്തമായി ഉത്തരം നൽകാൻ പറ്റില്ലെങ്കിലും മൈക്കിൻ്റെ തിയറി പ്രകാരം ഇലവൻ മരിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ തകർക്കാൻ ഒരു ബോംബ് വെച്ച് എല്ലാവരും പുറത്ത് കിടക്കുകയാണല്ലോ. പക്ഷേ ഇലവൻ മാത്രം പുറത്തേക്ക് വരാതെ അകത്ത് തന്നെ നിൽക്കുകയാണ്. പിന്നീട് അവിടെ ആകെ തകർന്ന് ഇലവനെ കാണാതാവുന്നത് പോലെയാണല്ലോ കാണിക്കുന്നത്. പക്ഷേ ഇത് ഡോക്ടർ കെയെ കബളിപ്പിക്കാനുള്ള ഒരു സൂത്രമായിരുന്നു കേട്ടോ. കാരണം ഇലവൻ ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ മിലിറ്ററി ഇനിയും ഇവളെ തേടി ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ മൈക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാളി അപ്പോഴും മരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരൊരു പ്ലാൻ തയ്യാറാക്കി തീരെ വയ്യെങ്കിൽ നമ്മുടെ കാളി ഒരു കാസ്റ്റ് സ്പെല്ല് ചെയ്തിട്ട് ഇലവനോട് അപ്രത്യക്ഷയാക്കുകയാണ്. കാളിക്ക് ആരെ അപ്രത്യക്ഷയാക്കി നിർത്താൻ മറ്റുള്ളവർ കാണാൻ നിർത്താനുള്ള കഴിവുണ്ടല്ലോ. ശേഷം താൻ അപ്സൈഡ് ഡൗൺ തകരുന്നതിനിടയിൽ എല്ലാവരും ഇങ്ങനെ മരിച്ചെന്ന് വിശ്വസിപ്പിച്ചിട്ട് അപ്രത്യക്ഷയായ ഇലവൻ അവിടെ നിന്ന് കടന്നിട്ട് ഡോറൊക്കെ തുറന്ന് അവിടെയുള്ളൊരു ടണൽ വഴി രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈക്കിൻ്റെ തിയറിയാണ്. അപ്പോൾ പണ്ട് മൈക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ ഇലവൻ കുറേ വാട്ടർഫാളൊക്കെയുള്ള അവിടെ നിന്ന് ഒരുപാട് അകലെയുള്ള എവിടെയോ ഒറ്റയ്ക്ക് ഇപ്പോൾ നിലവിൽ ജീവിച്ചു വരിക കേട്ടോ. ആർക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ മൈക്കിൻ്റെ തിയറി ഇതാണ്. കൂടെയുള്ള എല്ലാവർക്കും ഇത് തന്നെ വിശ്വസിക്കാനായിട്ട് ഇഷ്ടം, ഇലവൻ ജീവനോടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗൈസ് തോന്നുന്നത്? ഇലവൻ ജീവനോടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.